തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റിലെ തീപിടുത്തത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന 5 രോഗികളുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. തീ പടർന്ന വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവും മരിച്ചിരുന്നു. അഗ്നിബാധയെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതാണ് മരണകാരണമെന്ന് മരിച്ച നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ ആരോപിക്കുകയാണ്. 17-ാം തീയതി ഞാനാണെങ്കിൽ വീട്ടിലായിരുന്നു. TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വാർത്ത കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അത് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമെന്ന് എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് മൾട്ടി സ്പെഷ്യാലിറ്റിയിലാണ്, സർജിക്കൽ വാർഡിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് എൻ്റെ ചേച്ചിരമ്മ അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓരോരുത്തരായിട്ട് വിളിച്ചു. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലില്ല. എൻ്റെ ചേച്ചിയുടെ മൂത്ത മകനുണ്ടായിരുന്നു. അവനെ വിളിച്ച് അപ്പോൾ അവൻ പറഞ്ഞ് ചിത്തി പിന്നെ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോണ്, പക്ഷേ സനീഷിനെ കാണാനില്ല, നമ്മളിവിടെ എല്ലാം ഓടി നടക്കണുണ്ടോ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് നീ ചാനലുകാരവിടെ നിറഞ്ഞ് നിൽപ്പുണ്ടല്ലോ, അവരടുത്ത് പോയി നീ പറ അനിയനെ കാണാനില്ല, ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നല്ലോ എന്ന്. അപ്പം പറഞ്ഞ് അങ്ങോട്ട് ദർശിക്കാൻ പറ്റുന്നില്ല, നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവൻ്റെ ഭാര്യ, ഈ മരിച്ച സനീഷിൻ്റെ ഭാര്യ ബോധം കെട്ട് വീഴുന്ന്, അവളെ പെട്ടെന്ന് അവിടെ ട്രിപ്പ് കൊടുത്ത് കിടത്തി. ഇവരെല്ലാം പാഞ്ഞു ഓടുകയാണ്. അപ്പോൾ അവൻ്റെ അനിയൻ, അവൻ്റെ നേരെ ചേട്ടൻ സജീഷ് എന്ന് പറയുന്ന പയ്യൻ അന്ന് ഇത് അറിഞ്ഞും കൊണ്ട് ഈ വാർത്ത അറിഞ്ഞ് അവൻ പോവുകയാണ്. അവൻ ഓടി അവിടെ എത്തി. അപ്പോൾ അവനും എല്ലായിടവും നോക്കുകയാണ്, അവനും എൻ്റെ അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ. ഇവരെ കാണുന്നില്ല. പിന്നെ ഒരു ഉച്ചയോട് സമയത്താണ് ഇവനെ ലിഫ്റ്റിലെന്തോ കൊണ്ടുപോയി, അതുവഴി കൊണ്ടുവരാൻ പറ്റാതെ താഴെ എന്തോ കൊണ്ടുവന്ന് അവരെ കൂടെ നടന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി MICയിൽ കൊണ്ടുപോയി. MICയിൽ കൊണ്ടുപോയിട്ട് അവനെപ്പറ്റി ഒരു വിവരവും അറിയാൻ പാടില്ല. അതിൻ്റെ തലേ ദിവസം വരെ അവന് പൊടിയരി കഞ്ഞി വാങ്ങിച്ച് മിക്സിയിൽ അടിച്ച് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത്, ഒരു കുപ്പി വെള്ളം വാങ്ങും, ഇതൊക്കെ അവന് കൊടുത്തുകൊണ്ടിരുന്നു. മരുന്ന് വാങ്ങി എഴുതി കൊടുക്കും, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു അനക്കവുമില്ല. അന്ന് രാത്രി അവൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അതുവരെ അവർക്കൊന്നും അറിയാൻ പാടില്ല. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ആളിന് ഇത്തിരി ക്രിട്ടിക്കലാണ്, നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനും ആകെ വിഷമിച്ച് അവിടെ എന്നിട്ട് പറഞ്ഞ് BP ആകെ താന്ന്, പിന്നെ ബ്രീത്തിങ് ഭയങ്കര ഇതായി എന്ന് പറഞ്ഞ് BP ഒരു മരുന്നിന് എഴുതി കൊടുത്ത് വാങ്ങിക്കൊണ്ടൊക്കെ കൊടുത്ത്. പക്ഷേ ഒന്നും അറിയാൻ പാടില്ല. അവസാനം വൈകിട്ട് രാത്രിയോടടുത്ത് അവൻ്റെ എന്നറിയിച്ച് അങ്ങനെ നമ്മളാകെ ഇതായി. പക്ഷേ അവനിത് സംഭവിക്കേണ്ട ഒരു കാരണവും അപ്പോഴില്ല. പക്ഷേ ഈ തീപിടുത്തം മൂലമാണ് അവനിത് സംഭവിച്ചത്. അല്ലെങ്കിൽ അവൻ റിക്കവറി ആയി വന്നുകൊണ്ടിരുന്നെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഈ മരണം നമ്മൾ അറിഞ്ഞത്. ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ലൈഫ് സപ്പോർട്ടിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിങ് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നുള്ളൊരു പരാതി. അതെ, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു വെന്റിലേറ്ററിൽ നിന്നല്ലേ എന്തായാലും ഈ സപ്പോർട്ടെല്ലാം മാറ്റിയല്ലേ ഒരു എടുത്ത് കൊണ്ട് ഇത്രയും ദൂരം പോകണ്ടേ. അതിൻ്റെ ഇടയിൽ ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവരും പറയുന്നില്ല, നമുക്കറിയാനും പാടില്ല. അങ്ങനെ പരാതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പരാതിയായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഇപ്പോഴും തന്നെ 4-5 പേര് മരിച്ചെന്ന് അവിടെ നിന്ന് മാറ്റിയ 4-5 പേര് ഇതുവരെ ഡെത്തായിട്ടുണ്ട്. അപ്പം ഇത് മൂലം ആണ് ഈ ഡെത്ത് സംഭവിച്ചെന്നാണ് നമ്മളെ പൂർണ്ണമായ വിശ്വാസം. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതെ തീ പെട്ടെന്ന് അണച്ചു, ആർക്കും ആളപായമോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ആരോഗ്യ സെക്രട്ടറി അടക്കം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, അധികാരികളൊക്കെ നമ്മൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അറിയുന്നത് അങ്ങനെയല്ല. അന്ന് അവിടെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന രോഗികളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ഒക്കെ മാറ്റുന്നുണ്ടായിരുന്നത് നമ്മളും റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ മാറ്റിയപ്പോൾ ആയിരിക്കണം ഇപ്പോൾ ഈ മരിച്ച ആളുടെ ബന്ധു പറഞ്ഞതുപോലെയുള്ള സംഗതി ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന 5 രോഗികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. തീ പടർന്ന വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായ യുവാവും മരിച്ചിരുന്നു. അയാളുടെ ആളുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അവരെ പെട്ടെന്ന് അവിടെ മറ്റു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അവരുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളും കൂടി മാറ്റേണ്ടതുണ്ട്. അതൊരു പക്ഷേ മാറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ കരുതേണ്ടത്?
മായ, അതിലേക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ രീതിയിൽ ഇപ്പോഴാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഈ തീപിടുത്തം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഗ്നിബാധ അവിടെ ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു. ആ ചൊവ്വാഴ്ച ഇങ്ങനെ വിവരം പുറത്തു വരുന്നു. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും അത്രയും സമയം ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളൊന്നൊക്കെ പെട്ടെന്ന് മാറുന്നു. മുഴുവൻ ശ്രദ്ധയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാകുന്നു. അപ്പോഴൊക്കെ തന്നെയും ഈ ആശുപത്രി അധികൃതർ, ഈ രാജൻ ഖോബ്രയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പും കൂടി ആയതുകൊണ്ട് ജനപ്രതിനിധികളൊക്കെ തന്നെ വിവരം അറിഞ്ഞ് ഉടനെ അവിടെ പാഞ്ഞെത്തുകയാണ്. അപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത് വേറെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല, ഒരൊറ്റ പൊള്ളൽ പോലും ആർക്കും ഏറ്റിട്ടില്ല, രോഗികൾ സുരക്ഷിതരാണ്, കൂട്ടിരിപ്പുകാർക്കൊക്കെ ചില ആശങ്കകളുണ്ട് എന്നത് മാത്രം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല, ഒരു പരിക്ക് പോലും ആർക്കുമില്ല, ഏറെ ആശ്വാസകരമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല ജീവൻ രക്ഷാ ഉപകരണം, ഇത് ICU വെന്റിലേറ്ററിലാണ്, ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൻ്റെ വെന്റിലേറ്ററാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയും ആ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന സ്പാർക്കായിരുന്നു, അത് അപ്പോൾ തന്നെ അത് മാറ്റി, അത് ഷോർട്ട് സർക്യൂട്ട് പോലും അല്ല എന്നാണ് പിന്നീടൊക്കെ അത് സ്ഥിരീകരിച്ചത്. പിന്നീട് അപ്പോഴത്തേക്ക് എല്ലാം ഒരു പരിക്കുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് സ്ഥിതി മുഴുവൻ ശാന്തമായി, അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. മാധ്യമങ്ങളൊക്കെ പിന്നീട് അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നമ്മളതിനൊക്കെ തുടർ എന്തായിരുന്നു എന്നൊക്കെ ആ വിവരമൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെയും അതിനകത്ത് ആ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്ത വന്നത്. ഇപ്പോൾ ഇത് ചൊവ്വാഴ്ച നടന്ന സംഭവമാണ്. ഈ 5 ദിവസത്തിന് ശേഷം ഇന്ന് ഈ ശനിയാഴ്ചയാണ് നമ്മൾ അറിയുന്നത്. ഈ തീപിടുത്തം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ അവിടെ രോഗികൾ മരിച്ചു. ആ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ICUവിലുണ്ടായിരുന്ന 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ സനീഷിൻ്റെ ബന്ധു ഇളയമ്മയാണ് ഇപ്പോൾ പുഷ്പലീലയാണ് സംസാരിച്ചത്. അവർ പറയുന്നത് ഈ 38 വയസ്സേ ഉള്ളൂ ഈ സനീഷിന് ബൈക്ക് അപകടത്തെ തുടർന്നാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. അപ്പോൾ സനീഷിൻ്റെ ഈ ഇളയമ്മ പറയുന്ന ഈ വാക്കുകളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. തലേ ദിവസം ഈ മരണം സ്ഥിരീകരിച്ച് മരിച്ചു എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി അപകടനില തരണം ചെയ്ത ശേഷം പൊടിയരി കഞ്ഞി വാങ്ങി കുടിക്കുകയായിരുന്നു. പൊടിയരി കഞ്ഞി വാങ്ങി കുടിച്ച് സ്റ്റേബിൾ ആയതിനു ശേഷമാണ്, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ തീയപകടം ഉണ്ടാകുന്നത്, ഈ അഗ്നിബാധ ഉണ്ടാകുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തെ മാറ്റുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് സ്ഥിതി വഷളാണ്, ഈ ബന്ധുക്കളൊക്കെ വിവരം അറിയിക്കുക, അടുത്ത ബന്ധുക്കളൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി അവർ സംശയിക്കുന്നത് ഈ വെന്റിലേറ്ററിന് രോഗികളെ മാറ്റുന്ന വേളയിൽ, ICUവിൽ നിന്ന് രോഗികളെ മാറ്റുന്ന വേളയിൽ അങ്ങനെ ജീവൻ രക്ഷാ ഉപകരണങ്ങളൊക്കെ മാറ്റിയിരുന്നു. ആ മാറ്റുന്ന വേളയിൽ അങ്ങനെയാണ് ഈ സ്ഥിതി വഷളായി, അങ്ങനെ ഈ മരണം സംഭവിച്ചതാണ്. കാരണം അവർ തെളിവുകൾ നിരത്തി ഇവർ പറയുന്നു, കഴിഞ്ഞ ദിവസം പൊടിയേരി കഞ്ഞി ഉൾപ്പെടെ കുടിച്ച് ആരോഗ്യനില പൂർണ്ണമായും സ്റ്റേബിളായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം എങ്ങനെയാണ് BP വേരിയേഷൻ ഉണ്ടാവുകയും ആരോഗ്യനില വഷളായി എന്ന് രോഗികളുടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരിക എന്നാണ് ചോദിക്കുന്നത്. ഇത് മാത്രമല്ല മറ്റ് 4 പേര് ഇതിപ്പോൾ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഈ സനീഷ്, ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് സംസാരിച്ച ഈ സനീഷിൻ്റെ ബന്ധു. ഒപ്പം അതോടൊപ്പം തന്നെയും ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, അതോടൊപ്പം കാർ ഓട്ടോയിലിടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തെ തുടർന്ന് പരിക്കേറ്റ് ചിറയൻകീഴ് സ്വദേശി ഓമന അമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ, ഇങ്ങനെയാണ് ഈ 5 പേരാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ സനീഷിൻ്റെ ഇളയമ്മയാണ് ഇപ്പോൾ ബന്ധുക്കളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആയൂരിലെ ഓട്ടോ ഇടിച്ച കൃഷ്ണൻകുട്ടിയുടെ ബന്ധുവും സമാനമായ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ഈ രീതിയിൽ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നു, ICUവിലായിരുന്നു, അതിനുശേഷം ഒരു കുഴപ്പവുമില്ല, ആരോഗ്യനില സ്റ്റേബിളാണെന്ന് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടാകുന്നു. അതിനുശേഷം ഈ രോഗികളെ മാറ്റി ജീവൻ രക്ഷാ ഉപകരണങ്ങളൊക്കെ മാറ്റുന്ന ഒരു വേളയിൽ പൊടുന്നനെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഇവരുടെ ആരോഗ്യനില വഷളാകുന്നു എന്ന് പറയുന്നു. അതിനുശേഷം മരണം സ്ഥിരീകരിച്ചതായൊക്കെ പറയുന്നു. എന്നാൽ ഇതിനുശേഷം ഈ മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ബന്ധുക്കൾ അറിയിക്കുന്നത് അതിനും ശേഷമാണ്. ആരോഗ്യനില വഷളായി എന്ന് ആദ്യം അറിയിക്കുന്നു, പിന്നീടാണ് മരണം സംഭവിച്ചതായി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇവരൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ശക്തമായൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഇവരെ രോഗികളെ ആരോപണത്തോട് എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ മെഡിക്കൽ കോളേജിൽ നിന്ന്? അതായത് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ. അപ്പോൾ അവരൊക്കെ തന്നെ അത് നിഷേധിച്ചു. ഇപ്പോൾ സൂപ്രണ്ടിൻ്റെ ഫോണിൽ കിട്ടിയിട്ടില്ല. എന്നാൽ അതിനും അപ്പുറത്തേക്കുള്ള മറ്റ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെയും ഇവർ പറയുന്നത് ഈ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്. കാരണം ഇവരുടെ ഈ രോഗികളാണ്, മാത്രമല്ല ICU വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗികളാണ്. എപ്പോൾ വേണമെങ്കിലും അവരുടെ ആരോഗ്യനിലയും സ്ഥിതിയും ഒക്കെ വഷളാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരിക്കലും ഇവരെ വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റിയവരല്ല, അവരൊക്കെ
ICUവിൽ തന്നെ കഴിഞ്ഞ രോഗികളാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ആരോഗ്യ നിലയിൽ മെച്ചപ്പെടുകയും പിന്നീട് അതിന് വേരിയേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. കാരണം BP, രക്തസമ്മർദ്ദവും ഒക്കെ ആ രീതിയിലാണ്. അങ്ങനെ വരുന്ന വേരിയേഷൻ ഇവർക്ക് ഒരുപക്ഷെ ഇവർക്ക് അത്യാഹിതം സംഭവിച്ചതാണ് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഈ തീപിടുത്തം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പിന്നീട് ജീവരക്ഷാ ഉപകരണങ്ങൾ മാറ്റുകയോ അങ്ങനെ മാറ്റിയപ്പോൾ വന്ന ഒരു പാകപ്പിഴയിൽ സംഭവിച്ച മരണമല്ല എന്ന്, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് നിലവിൽ നമ്മൾ വിളിച്ചപ്പോൾ അധികൃതർ പറയുന്നത്. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി എല്ലാ മാധ്യമങ്ങളും ഇവരെ ബന്ധപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നത് സൂപ്രണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സെക്രട്ടറിയോ ആരെങ്കിലുമൊക്കെ മാധ്യമങ്ങളെ കാണും. കാരണം അത്രയേറെ എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇതിനൊരു സ്ഥിരീകരണം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായും ഉണ്ടാകേണ്ടതാണ്. കാരണം ഒരു രോഗിയോ 2 രോഗിയോ അല്ല, 5 രോഗികളാണ്. ഇതിലിപ്പോൾ 2 പേരുടെ ബന്ധുക്കളാണ് ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായി ഉറപ്പായും മറ്റു രോഗികളുടെ ബന്ധുക്കളും സമാന ആരോപണവും പരാതിയുമായി രംഗത്ത് വരും. അങ്ങനെ വരുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ 5 മരണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ മരണവിവരം പുറത്ത് അറിഞ്ഞത് പിന്നെയും വൈകിയാണ് ഈ മരണവിവരം പുറത്തറിയുന്നതാണ് ഇപ്പോൾ ബന്ധുക്കൾ വാദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉടനെ മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാന രീതിയിൽ തീ അപകടം ഈ രീതിയിൽ അഗ്നിബാധ ഉണ്ടായപ്പോൾ ഇതേപോലെ അവിടെയും രോഗികൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ആശുപത്രി അധികൃതർ മറച്ചു വെച്ചുന്ന രീതിയിൽ ഇതൊക്കെ ആരോപണങ്ങളാണ്, സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികവും ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സമാന രീതിയിൽ മുമ്പുണ്ടായ ആശുപത്രിയിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു കാണുമോ, അങ്ങനെയുള്ള പല സംശയങ്ങളും പല പരാതികളും ആശങ്കകളുമാണ് വിവിധ കോണുകളിൽ നിന്നുണ്ടാകുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംഭവിച്ച ഈ 5 രോഗികളുടെ മരണത്തിൽ ഇപ്പോഴും അതിനകത്ത് ദുരൂഹത, സംശയമുണ്ട്. ഇതിൽ ഒരാൾ പ്രത്യക്ഷത്തിൽ തന്നെ 2 പേരുടെ ബന്ധുക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഏതെങ്കിലും രീതിയിലൊരു പരാതിയുമോ അല്ലെങ്കിൽ അങ്ങനെ രംഗത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ആശങ്ക, അഭ്യൂഹം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഉറപ്പായും ആശുപത്രി അധികൃതർ ഇത് സ്ഥിരീകരണം വരുത്തേണ്ടത് തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായി അവർ ഈ നേരത്തെ നമ്മളൊക്കെ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണോ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത നിലവിൽ. മായ അൺഫിട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സിസ്റ്റം പാടെ തകരാറിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതേയില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റിലെ തീപിടുത്ത ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അഗ്നിബാധയെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതാണ് മരണകാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.